ഞാൻ പറയട്ടെ, എൻ്റെ ഗട്ട് ഫീലിംഗ് തുടക്കം മുതൽ ദിലീപ് ഇതിനകത്ത് ഇന്നസെന്റ് ആണെന്നാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുമൊന്നുമല്ല. കേസ് തുടങ്ങിയപ്പോൾ ഇൻ മൈ ഫസ്റ്റ് പ്രോഗ്രാം ജനം ടി വിയിലെ പൊളിച്ചെഴുത്ത് ആദ്യത്തെ അന്ന് ഈ കേസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദിലീപിന്റെ പേര് വന്നിട്ടില്ല. ബട്ട് അന്ന് വലിയ മിസ്ചീഫ് കാണിച്ചു. ഏഷ്യാനെറ്റിൽ വിനു വി ജോൺ, മാതൃഭൂമിയിൽ നിന്ന് വേണു ബാലകൃഷ്ണൻ, ഈ രണ്ടുപേർ അവർ ഈ വാർത്ത വായിക്കുന്നു. നടി പീഡിപ്പിക്കപ്പെട്ടു, അത് ഇതെന്ന് പറഞ്ഞു. ഹാഫ് സ്ക്രീനിൽ ദിലീപ് അഭിനയിച്ച വിഷ്വൽസ് ഇങ്ങനെ പോകുന്നു. പല സിനിമകളിലെ വിഷ്വൽസ് ഇങ്ങനെ. ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞു, പച്ച പോക്കൃത്തരമാണ്. നിങ്ങൾ ഒരു നടൻ എന്ന് പറയുക, ഹാഫ് സ്ക്രീനിൽ ദിലീപിനെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കും. പല നടന്മാരെ കാണിച്ചാൽ പോട്ടെ എന്ന് വയ്ക്കാം, ഈ ഒരാളെ മാത്രം കാണിക്കുന്നു, നിങ്ങൾ അയാളെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഞാൻ കൗണ്ടർ അറ്റാക്ക് നടത്തി. കുറേ പേരെന്നെ ചീത്ത പറഞ്ഞു. അതിന് stuck to my guns. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് നോൺസെൻസ്, നിങ്ങൾക്ക് ഒരു എവിഡൻസും ഇല്ല, ഒന്നുമില്ല, നിങ്ങളത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ തെളിവ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിലീപിനെ ഇപ്പോൾ ഈ കേസിലേക്ക് വന്നിരിക്കുന്നത്. ഈ കേസ് തീരരുത് എന്ന് ഇതിനകത്തെ വാദിക്ക് ഒരു വാശിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ കാര്യത്തിനും ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുക, ഇത് ചെയ്യുക. അപ്പോൾ ദിലീപ് ചലഞ്ച് ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങേർക്ക് കൗണ്ടർ ചെയ്യേണ്ടി വരും. അങ്ങേരുടെ രക്ഷ അങ്ങേര് നോക്കണ്ടേ. സോ അങ്ങേരും ചെയ്തു. വാസ്തവത്തിൽ ഈ കേസ് തീരാതെ കിടക്കുന്നത് ഈ അപ്പുറത്തു നിന്നുള്ള വാദിയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ഉടക്ക് വയ്ക്കലുകൾ കൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴോ തീരേണ്ട ഒരു കേസാണ്.